പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലുല ഡസിൽവയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ നേരിടുന്നതിനെക്കുറിച്ച് ബ്രിക്സ് ഗ്രൂപ്പിൽ ചർച്ച ആരംഭിക്കുമെന്ന് ഇന്നലെ ബ്രസീൽ പ്രസിഡന്റ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ഇന്ന് ഫോണിൽ സംസാരിച്ചത്. ട്രംപിനെയോ അദ്ദേഹത്തിന്റെ താരിഫുകളെയോ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചതെന്നാണ് വിവരം. യുഎസ് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയ രണ്ട് രാജ്യങ്ങളാണ് ബ്രസീലും ഇന്ത്യയും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇന്ത്യയുടെ മൊത്തം തീരുവ 50% യുഎസ് ഉയർത്തിയത്. ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്നലെ പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27 പ്രാബല്യത്തിൽ വരും. 27 മുൻപ് യുഎസിലേക്ക് കയറ്റി അയക്കുകയും സെപ്റ്റംബർ 17 മുൻപ് അവിടെ എത്തുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്നലെ ചുമത്തിയ അധിക തീരുവായ 25% ബാധകമായിരിക്കില്ല. കമ്മിറ്റിയെ പ്രഖ്യാപിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരടങ്ങുന്നതാണ് 21 അംഗ കോർ കമ്മിറ്റി. ഇവരെ കൂടാതെ രാജീവ് ചന്ദ്രശേഖർ, സി സദാനന്ദൻ, പി കെ കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, എ പി അബ്ദുള്ളക്കുട്ടി, അനിൽ കെ ആന്റണി, എം ടി രമേശ്, ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എസ് സുരേഷ്, അനൂപ് ആന്റണി, പി സുധീർ, അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കെ സോമൻ, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരാണ് പട്ടികയിലുള്ളത്. പ്രകാശ് ജാവേദ്കർ, അപരാജിത സാരംഗി എന്നിവർ കേന്ദ്ര ക്ഷണിതാക്കളാണ്. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 3-ാം വാരം സംഘടിപ്പിക്കും എന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ദേവസ്വം ബോർഡിന്റെ 75-ാം വാർഷികത്തിന്റെ കൂടി ഭാഗമായി പമ്പയിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ പങ്കെടുക്കും. തത്വമസി എന്ന വിശ്വമാനവികതയുടെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാനും ശബരിമലയെ ഒരു ദൈവിക പാരമ്പര്യ സുസ്ഥിര ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് സംഗമം. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരും. 3000 പ്രതിനിധികളെ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നു. വിവിധ സെഷനുകൾ ഒരു ദിവസത്തെ ആഗോള സംഗമത്തിൽ ഉണ്ടാകും. സെപ്റ്റംബർ 16-നും 21-നും ഇടയിലാണ് പരിപാടി ഉദ്ദേശിക്കുന്നത്. തീയതി പിന്നീട് തീരുമാനിക്കും. 3000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി പമ്പയിൽ തീർത്ഥാടന കാലത്ത് ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ജർമ്മൻ പന്തൽ നിർമ്മിക്കും. ഭാവിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ കൂട്ടായ്മകളുടെ തുടക്കമാണ് ഈ സംഗമമെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായും മറ്റു മന്ത്രിമാർ രക്ഷാധികാരികളായും ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുത്തി പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും. പരിപാടി കൃത്യമായി ആസൂത്രണം ചെയ്യാൻ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയെയും ഒരു ജനറൽ കമ്മിറ്റിയെയും വിവിധ സബ് കമ്മിറ്റികളെയും രൂപീകരിക്കാൻ ഇന്നത്തെ ആലോചനാ യോഗം തീരുമാനിച്ചു. പത്തനംതിട്ട കലക്ടറുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയ്ക്കകം പമ്പയിൽ ഒരു സ്വാഗത സംഘം വിളിച്ചു ചേർക്കാനും പരിപാടിയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അമേരിക്കൻ ചിപ്പ് നിർമ്മാണ കമ്പനിയായ ഇന്റലിന്റെ സിഇഒ ലിബ് വു ടാന്റെ രാജി ആവശ്യപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ലിബ് വു ടാന്റെ രാജി ആവശ്യപ്പെട്ടത്. ടാനിന് ചൈനയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി. ഇന്റൽ സിഇഒ ഉടൻ രാജിവെക്കണം. ഈ പ്രശ്നത്തിന് മറ്റൊരു പരിഹാരവുമില്ല. ഈ വിഷയത്തിൽ താങ്കളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. ഇതായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പ്. ഇന്റൽ ബോർഡിന്റെ ചെയർമാനോട് ടാനിന്റെ ചൈനയുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് റിപ്പബ്ലിക്കൻ സെനേറ്റർ ടോം കോട്ടൺ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. രാജ്യത്തെ സെമി കണ്ടക്ടർ കമ്പനികളിലെ ടാനിന്റെ നിക്ഷേപങ്ങൾ, സൈനികവുമായുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. യുഎസ് നികുതിദായകരുടെ ഡോളറുകളുടെ ഉത്തരവാദിത്തമുള്ള ആളിന്റെ നിലയിൽ തങ്ങളുടെ കടമകൾ നിറവേറ്റാനും സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാനുമുള്ള ഇന്റലിന്റെ കഴിവിനെക്കുറിച്ച് ടാനിന്റെ ഈ ബന്ധങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് കത്തിൽ ടോം കോട്ടൺ പറയുന്നു. ടാനിന്റെ കെഡെയ്ൻസ് ഡിസൈൻ സിസ്റ്റംസ് ഇൻകിലെ മുൻകാല നേതൃത്വത്തെക്കുറിച്ചും ടോം ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. യുഎസിന്റെ എക്സ്പോർട്ട് ചട്ടങ്ങൾ ലംഘിച്ചതിന് അടുത്തിടെ കുറ്റം സമ്മതിച്ച കമ്പനിയായ കെഡെയ്ൻസ് ഡിസൈൻ സിസ്റ്റംസിലാണ് ടാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. ചൈനയുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വിറ്റതിലൂടെ യുഎസ് എക്സ്പോർട്ട് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് കമ്പനി ജൂലൈയിൽ കുറ്റം സമ്മതിച്ചിരുന്നു. ടാൻ 100 കണക്കിന് ചൈനീസ് കമ്പനികളിൽ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നുവെന്നും അവയിൽ ചിലതിന് രാജ്യത്തെ സൈന്യത്തോട് ബന്ധമുണ്ടെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഏപ്രിലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു.